ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കൂടുതലൊന്നുമില്ല, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും. അതിൽ ചെറിയൊരു തിരുത്തെന്ന് പറഞ്ഞാൽ ഇന്നലെ പറ്റിയൊരു അബദ്ധം. ഞാൻ 5-ാം തീയതി റേഷൻ വിതരണം ആരംഭിക്കും മെയ് മാസത്തെ എന്ന് പറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെയാണ്. പക്ഷേ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റേഷൻ കട അവധിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചൊവ്വാഴ്ചയാണ് 5-ാം തീയതി. അത് ഒന്ന് മാറിപ്പോയതാണ്, അതിന് ക്ഷമിക്കുക. ചൊവ്വാഴ്ച തന്നെ വിതരണം തുടങ്ങും. ചൊവ്വാഴ്ച 5-ാം തീയതിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ റേഷൻ വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ട് പഴയ പോലെയാണ് ഇപ്പോൾ റേഷൻ വാങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും കൈ വൃത്തിയായി കഴുകി റേഷൻ കടയിൽ ചെല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സാനിറ്റൈസർ ഗവൺമെൻറ് അരിക്കൊപ്പം എല്ലാ റേഷൻ കടകളിലേക്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിരൽ വെക്കുന്നതിന് മുമ്പ് സാനിറ്റൈസർ വെച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് പഞ്ച് ചെയ്യുന്നത്. അപ്പം അതങ്ങനത്തെ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റേഷൻ വാങ്ങാൻ പോയിട്ട് നമ്മൾ വെറുതെ പൈസ കളയരുത്. ഇപ്പോൾ മാസ്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഫൈന്. എല്ലാ റേഷൻ കടയിലും തിരക്ക് ഉണ്ടോ എന്ന് നോക്കാനും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനും ചെക്കിങ് ഇടയ്ക്കിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ റേഷൻ വാങ്ങാൻ പോയിട്ട് കൂടുതൽ പൈസ കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും മാസ്ക് ധരിച്ചിട്ട് വേണം പോകാൻ. മാസ്ക് അല്ലെങ്കിൽ വല്ല തൂവാല കൊണ്ട് മുഖം കെട്ടുകയോ, പിന്നെ സ്ത്രീകളാണെങ്കിൽ ഷാൾ കൊണ്ട് മുഖം കെട്ടുകയോ എങ്ങനെ വേണമെങ്കിലും ആവാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം റേഷൻ കടയിൽ പോകാൻ. അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ, അതെല്ലാവരും മനസ്സിലാക്കാം. പിന്നെ റേഷൻ വിഹിതം കിട്ടുന്നത് നമുക്ക് സാധാരണ ഗതിയിൽ ഓണക്കാലത്തല്ലാതെ നമുക്ക് സാധാരണ കിട്ടിയിരുന്ന റേഷനാണ് കിട്ടുന്നത്. അതിൽ നിന്നും അധികം ലഭിക്കുന്നത് BPL കാർഡുകാർക്ക് മാത്രമാണ്. BPL കാർഡുകാർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് 5 കിലോ എന്നുള്ള തോതിൽ അരി കിട്ടും. കഴിഞ്ഞ മാസം കിട്ടിയ അതേപോലെ തന്നെ അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പയറിൻ്റെ കാര്യം. കുറേ ആൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു, പയർ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ പയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല, അതിനെക്കുറിച്ചൊരു അറിവും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് റേഷൻ കടയിൽ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. സാധാരണ നമുക്ക് കിട്ടി വന്നിരുന്ന റേഷനാണ് കിട്ടുന്നത്. അതിൽ നീല കാർഡുകാർക്കും വെള്ള കാർഡുകാർക്കും പിന്നെ ഒരു സൗജന്യമില്ല. നമ്മൾ കിട്ടുന്ന അരിക്ക് വെള്ള കാർഡുകാർക്ക് അധികം അരിയൊന്നും അല്ലാത്ത സമയത്ത് കിട്ടിയിരുന്നില്ല. അപ്പോൾ കിട്ടുന്ന അരിക്ക് പൈസയും വേണ്ടി വരും. പിന്നെ നീലക്കാർഡുകാർക്ക് സബ്സിഡിയോടുകൂടിയുള്ള അരി ഉണ്ടാവും, അവർക്കും പൈസ വേണ്ടി വരും. പിന്നെ ചുവന്ന കാർഡുകാർക്ക് ചെറിയൊരു പൈസ വേണ്ടി വരും. മഞ്ഞക്കാർഡുകാർക്ക് ഫ്രീ ആയിരിക്കും, അത് ആദ്യമേ ഫ്രീ ആണല്ലോ. പിന്നെ വേറെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ സത്യവാങ്മൂലം നൽകി കിറ്റ് കിട്ടാൻ കുറച്ച് വൈകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ആൾ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിലാണ് തോന്നുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി സത്യവാങ്മൂലം നൽകിയതിന് ശേഷം എന്ന് പറയുന്നു. അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതും കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കിട്ടി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ കമൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വ്യക്തത വരും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം നമ്മൾ റേഷൻ കടയിൽ എന്ന് മാത്രമല്ല എവിടെയും പോകാൻ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാലോ. ഇപ്പോൾ നമ്മൾ ഗൾഫിൽ വരെ വളരെ ഒരു ഉദാഹരണമായ ഒരു അവസ്ഥയിലാണ്. ചില ആളുകളൊക്കെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വോയിസും മറ്റും കേൾക്കുമ്പോൾ അവരറിയുന്ന ആളുകളൊക്കെ മരിച്ചു പോകുന്നു. അപ്പോൾ ഭയങ്കര തന്നെയ അവസ്ഥയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട് വളരെ സുരക്ഷിതമാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം നമ്മുടെ റേഷൻ കടകളിലും ചെന്നിട്ട് നമ്മുടെ സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ഈ കാലവും അങ്ങനെ കഴിഞ്ഞു പോകും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.